നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞതാ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലാട്ടോ. എൻ്റെ വീട്ടിലത്തെ ഒരു ദിവസത്തെ വീഡിയോ അങ്ങനെ വ്ളോഗാക്കി ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു ദിവസം നിൽക്കാനായിട്ട് വന്നതാട്ടോ. അപ്പോൾ ഞാൻ എന്നും എൻ്റെ വീട്ടിലൊന്നല്ല, ഇതിന് മുന്നിട്ട് വീട്ടിലത്തെ വീഡിയോ എന്നത് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളൂ കേട്ടോ. രാജുവേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാൻ പോന്നപ്പോൾ ബത്തക്കയും ആപ്പിള് ഈ രണ്ട് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ പോന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ വന്ന് അടുക്കളയിൽ എന്താ കഴിക്കാനില്ല എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. ഇതൊരു പതിവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ചായയൊന്നുമില്ല, ചായയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മനോട് ഞാൻ വിളിച്ച് ചോദിക്കണം, അമ്മ ചായയൊന്നും ഇല്ലേ എന്നൊക്കെ. അപ്പം അമ്മ പറഞ്ഞു ഞാനിപ്പോൾ വെച്ച് തരാം, ഉണ്ടാക്കിയത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അമ്മ അതാ ചായയൊക്കെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞ് കുറച്ച് നേരം റീൽസൊക്കെ കണ്ടിരുന്നിട്ട് അങ്ങനെ പിന്നെ കുളിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പൈപ്പിലൊക്കെ വെള്ളം ഉണ്ടായതുകൊണ്ട് വെള്ളം കിണറിന്ന് അങ്ങനെ കോരിക്കൊണ്ടിരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പൈപ്പിൽ ഏത് നേരവും വെള്ളം ഉണ്ടാവും കേട്ടോ. എപ്പോഴും വെള്ളമൊക്കെ ഉണ്ടാവും. സ്പീഡ് കുറച്ച് കുറവാണെങ്കിലും വെള്ളം ഉണ്ടാവും കേട്ടോ. എന്നാലും നമ്മൾ അത്യാവശ്യത്തിന് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഞാനിതാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കുളിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇട്ട ഡ്രസ്സൊക്കെ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും അലക്കുകയാണ്, അതും അലക്കാൻ നിൽക്കുകയാണ്. കുറച്ചങ്ങനെ ഒന്ന് അലക്കി വാഷ് ചെയ്ത് റെഡിയാക്കിയിട്ട് വേണം പിന്നെ കുറച്ച് ഒന്ന് പിന്നെ ഉണ്ടാവും ഡ്രസ്സ് ഇട്ടതൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതും ഒന്ന് ശരിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിതാ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇട്ട ഡ്രസ്സ് ഇതാ അലക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ വാഷ് ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ സോപ്പൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് പിന്നെ ഈ പൈപ്പിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ കല്ലുണ്ട് കേട്ടോ, അലക്ക് കല്ല് ചെറുതായിട്ടുണ്ട്. അപ്പോൾ കിണറിൻ്റെ അവിടെ വേറെ ഉണ്ട്, ഇത് പൈപ്പിൻ്റെ അവിടെ ഉള്ള സൗകര്യത്തിന് വെച്ചതാണ് കേട്ടോ. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അലക്കൂല. അപ്പോൾ അങ്ങനെ ഒരു കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറുത്. അപ്പോൾ ഞാനിതാ സോപ്പൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ കിട്ടിക്കോട്ടെ, ഇന്നെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എത്ര എടുത്ത് വന്ന് നിൽക്കണം കേട്ടോ. ഇരുട്ടായതുകൊണ്ട് എൻ്റെ ഫോണിൽ അല്ലെങ്കിൽ ക്ലിയർ ഉണ്ടാവില്ല ഈ രാത്രി ഒന്ന് വീഡിയോ എടുക്കുമ്പോൾ. ഞാൻ പറഞ്ഞല്ലോ എന്താ പൈപ്പിൻ്റെ അടുത്തൊരു കല്ലുണ്ട്, വാഷ് ചെയ്ത് അങ്ങനെ അവിടെ ഞാൻ ഇരുന്നിട്ട് അങ്ങനെ ബക്കറ്റിൽ വെള്ളമൊക്കെ കൊണ്ടുപോയി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആകെ 2 ഡ്രസ്സുണ്ട്, അതങ്ങനെ അലക്കി എടുക്കാനുണ്ട്. പിന്നെ ഞാൻ പൈപ്പിൽ വെള്ളം എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ തിരുമ്പിയതൊക്കെ നല്ല വെള്ളത്തിലൊക്കെ ഒലുമ്പിയിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ഒലുമ്പ് പറഞ്ഞാൽ വേറെ വെള്ളത്തിൽ അഴുക്കായ വെള്ളമൊക്കെ മാറ്റിയിട്ട് നല്ല വെള്ളത്തിൽ ഇങ്ങനെ കഴുകിയെടുക്കില്ല, അതിനാണ് കേട്ടോ ഒലുമ്പ് എടുക്കുക എന്നൊക്കെ പറയുക. അപ്പോൾ ഞാനിതാ തിരുമ്പിയ 2 ഡ്രസ്സ് ഒലുമ്പി അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. വന്നു മേലെ കഴുകി തിരുമ്പി, അല്ലാതെ വേറെ പണികളൊന്നുമില്ല. ഞാൻ ബസ്സിനാണ് വണ്ടൂർക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നടന്ന് അങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ ഒരു ടൈമൊക്കെ ആയി. ജോലി കഴിഞ്ഞ് 5:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വന്നിട്ട് പിന്നെ മേലേകി തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ അമ്മനോടൊക്കെ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ബത്തക്ക തണ്ണിമത്തൻ അത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും തന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ തല നനച്ചിട്ടില്ല കേട്ടോ, മേല് മാത്രം ഇങ്ങനെ കഴുകിയിട്ട് പോകുന്നത്. ഞാൻ തല നനച്ചിട്ടില്ല. 2 നേരം നനക്കലൊക്കെ ഉണ്ട്. ഇത് വേറെ വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ട് വേണം, പൈപ്പത്തെ വെള്ളമാണ്. അപ്പോൾ ഞാൻ ആ വെള്ളം കൊണ്ടായതുകൊണ്ട് ഞാൻ തല നനച്ചിട്ടില്ല. പിന്നെ വേറെ വെള്ളം കിണറിൽ നിന്ന് അങ്ങനെ കോരി കൊണ്ടുവരണം. അപ്പോൾ ഞാൻ അതിന് മടിച്ചിട്ട് തല ഞാൻ നനച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ മേല് മാത്രം ഞാൻ കഴുകി അങ്ങനെ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. മുടി അങ്ങനെ എണ്ണയൊന്നും ഇല്ലാഞ്ഞിട്ടാണ് കുറച്ച് ഉള്ളില്ല പോലെയൊക്കെ തോന്നുന്നത്, പക്ഷെ അത്ര മുടിയൊന്നും ഇല്ല കേട്ടോ. മുടിയൊക്കെ കൊഴിഞ്ഞു പോയി, ആകെ ഒരു ഇത്തിരി മുടിയുള്ളൂ. അപ്പം തലമുടി ശ്രദ്ധിച്ചാൽ ഉണ്ടാവും, പക്ഷെ ഞാൻ മുടഞ്ഞിടും, രാത്രി മുടഞ്ഞിടും. അല്ലാതെ എണ്ണ വേറെ വല്ല പ്രത്യേകതരം എണ്ണ തേക്കുക, ഷാമ്പു തേക്കുക സംഭവങ്ങളൊന്നുമില്ല. ഞാൻ മുടിയിലൊരു ഹെയർ ഓയിൽ ഒന്നും തേക്കില്ല. ഞാൻ സാധാ വെളിച്ചെണ്ണ അങ്ങനെ തേച്ച് കൊണ്ടുവന്നിട്ടാണ് തോന്നുന്നുണ്ട് മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട്.
അപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടി റെഡിയാക്കിയൊന്നും വെച്ചിട്ടാണ്. അപ്പോൾ അമ്മക്ക് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. ബസ്സിന് ഒറ്റയ്ക്ക് വരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മ. ഞാനിങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മനോട് കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു. പിന്നെ അതാ ചേച്ചി ഉണ്ട്, ഏട്ടനുണ്ട്, അമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ. പക്ഷേ വീഡിയോയിൽ നിൽക്കാൻ ആർക്കും താല്പര്യമില്ല. അപ്പോൾ ചേച്ചി ഇതാ ഏട്ടൻ്റെ ഫോണിലൊക്കെ സിനിമ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അത് വൈകുന്നേരം ആ ഒരു ടൈം ആകുമ്പോൾ നല്ല രസമാണ്. എല്ലാവരും കൂടിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും തന്നെ അങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറുണ്ട്. അപ്പോൾ അമ്മനെ ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് കിട്ടുമോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അടുക്കള വരെ ചെന്നു. പക്ഷേ അമ്മ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഇങ്ങോട്ട് തിരിയാൻ നിന്നതാണ്. പിന്നെ വീഡിയോ കണ്ടപ്പോൾ അങ്ങോട്ട് തന്നെ തിരിഞ്ഞുകൊണ്ട് നിന്നു. അപ്പം ഞാൻ പറയും വീഡിയോയിൽ നിൽക്കുമോ ചോദിക്കലുണ്ട്, വീഡിയോയിൽ ചോദിക്കലുണ്ട് അമ്മനെ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട്. പക്ഷേ ആൾ നിൽക്കണ്ടേ. അപ്പോൾ ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കും, ഞാൻ ഇപ്പോൾ എടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ അമ്മ വീഡിയോയിൽ നാളെ നിന്ന് തരാം, പിന്നെ നിന്ന് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് പോയി ആൾ. പിന്നെ അത് അമ്മ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ കഴിഞ്ഞിട്ടുണ്ടായിരുന്നപ്പോഴേക്ക് അമ്മ രണ്ടാമത് ചായയൊക്കെ ഉണ്ടാക്കി തന്ന്. പിന്നെ അതാ ഞാൻ ചായ കുടിക്കാൻ നിൽക്കട്ടെ. ചായ കുടിക്കലൊന്നുമില്ല. പിന്നെ മേലെ കഴിയുമ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, വെറുതെ ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ ചായ കുടിച്ചു. ചായ ഞാൻ കുടിക്കലേ ഇല്ല കേട്ടോ. അങ്ങനെ അതാ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് ഞാനവിടെ ചായ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുക. ഞാൻ വീഡിയോ എടുക്കുക. ഇവർ ഫോണിൽ സിനിമ ഏതൊരു സിനിമ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ സിനിമ കാണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിന് പിന്നെ ഫുഡ് കഴിക്കുന്ന ആ ഒരു ടൈമും പിന്നെ കുറേ നേരം ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് പിന്നെ അങ്ങനെ അതാ അമ്മ അവിടെ സിനിമ കാണുന്നുണ്ട്. ഏട്ടൻ്റെ ഫോണിലാണ്, ടി വിയിലല്ല കേട്ടോ. അപ്പോൾ സിനിമ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിതാ അവിടെ ചായ കുടിച്ച് ആദ്യം ഞാൻ ചിപ്സും കൂട്ടിയിട്ട് അങ്ങനെ ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബത്തക്ക കഴിക്കാണ്ട് ഒരു ബത്തക്കൻ്റെ പകുതി ഞാനെടുത്ത് മാറ്റിയത് എന്താ വെച്ചാൽ ഞാൻ എന്ത് സാധനം കഴിക്കുന്നതിൻ്റെ മുന്നേ കുറച്ചെടുത്ത് മാറ്റി വെക്കും. അതിൻ്റെ ഒരു ശീലമാണ് കേട്ടോ. ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ എന്തിനടുത്ത് മാറ്റി കളയണ ചോറുണ്ടപ്പോൾ എന്തോ കുറച്ച് ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കും കേട്ടോ. ഒരു ശീലമാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തിനാ ചോറെടുത്ത് കുറച്ചങ്ങോട്ട് മാറ്റി വെക്കണ. വീഡിയോയിൽ കമൻറ്റ് ഉണ്ടായിരുന്നപ്പോൾ ഞാനങ്ങനെ എന്ത് സാധനം കഴിക്കുകയാണെങ്കിലും ഞാനങ്ങനെ ഒരു ഇത്തിരി മാറ്റി വെക്കും കേട്ടോ. പുറത്തേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ കഴിക്കുള്ളൂ. അപ്പോൾ അതെന്ത് ചെറിയൊരു മുട്ടായി ആണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ബത്തക്ക കഴിക്കാൻ കേട്ടോ. ഞാനിത് വാങ്ങിയപ്പോൾ അവിടുത്തെ ഈ കടയത്തെ ആൾ പറഞ്ഞു നല്ല മധുരമുണ്ട്, കട്ട മധുരമാണെന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഇത് മധുരം മധുരമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടാണോ എന്ന് അറിയില്ല, മധുരത്തിന് കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഭാഗം മാത്രം കഴിച്ചിട്ടുള്ളൂ, പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ ഒരു ആപ്പിളും വാങ്ങിയിട്ട് അതിൻ്റെ കൂടെ. അത് പറഞ്ഞാൽ പൈസൻ്റെ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.